പരിശുദ്ധ ഖുർആൻ അതുപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഇസ്ലാം മതത്തിൻ്റെ പ്രത്യേകത, അത് മനുഷ്യൻ്റെ എല്ലാ തലങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ് എന്നത് തന്നെയാണ്. സാധാരണ രീതിയിൽ നമ്മൾ കണ്ടുവരാറുണ്ട്, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലെയുള്ള ആരാധനാ കർമ്മങ്ങൾ ചിട്ടയോടെ ശ്രദ്ധയോടെ നിർവഹിക്കുന്ന പല ആളുകളും പൊതുപ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്നതോ പൊതുവായി ആളുകളെ സഹായിക്കുകയും ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാകുന്നതും ആപേക്ഷികമായി കുറവായി നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ മറുഭാഗമുണ്ട്. മുസ്ലിങ്ങളായ ആളുകൾ തന്നെ പൊതുപ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി നാട്ടിലെന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതിനോടി നടന്ന് അധ്വാനിച്ച് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ നിരതരായി ജീവിക്കുന്ന പല ആളുകളും അവർ മതത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിൽ അതുപോലെ ആരാധനാക്രമങ്ങളിൽ ഒരു ചിട്ടയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുന്നവരായി കാണാൻ കഴിയും. അതുകൊണ്ട് പൊതുവിൽ ആളുകൾ എപ്പോഴും മതബോധത്തോടും മതചിട്ടയോടുകൂടിയും ജീവിക്കുന്ന ആളുകളിലുള്ള പോരായ്മകൾ എന്താണ് എന്നത് പ്രത്യേകമായി ശ്രദ്ധിക്കും. ഒരു പൊതുപ്രവർത്തകൻ, സാമൂഹ്യ പ്രവർത്തകൻ, അയാൾ നമസ്കരിക്കുന്നതിൽ ചിട്ടയില്ല, അതല്ലെങ്കിൽ മറ്റു മതപരമായ കാര്യങ്ങളിലൊന്നും ചിട്ടയില്ലെങ്കിൽ അത് ആളുകൾ അത്ര ശ്രദ്ധിക്കുന്ന കാര്യമല്ല. അയാൾ ഏതായാലും ഒരു നല്ല മനുഷ്യനാണ്, ആളുകളെ സഹായിക്കുന്നു, പൊതുപ്രവർത്തകനാണ്, ആ രീതിയിൽ വിലയിരുത്തും. എന്നാൽ നമസ്കരിക്കുകയും മതബോധത്തോടു കൂടി നടക്കുകയും മതകർമ്മങ്ങളിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരാൾ ഇത്തരം പൊതുപ്രവർത്തനങ്ങളിലോ സാമൂഹ്യ പ്രവർത്തനങ്ങളിലോ ഒന്നും ഇല്ലെങ്കിലോ സ്വാഭാവികമായും ആളുകൾ അതൊരു വലിയ തെറ്റായി കാണും. അയാൾ വെറും അങ്ങനെ നമസ്കരിക്കുന്ന ആളാണ്, വേറെ കാര്യങ്ങളൊന്നും മൂപ്പർക്കില്ല, ബാക്കിയുള്ളവരെ പ്രശ്നങ്ങളില്ല എന്നൊരു കാഴ്ചപ്പാടാണുള്ളത്. ഈ കാഴ്ചപ്പാട് നമ്മുടെ ഇടയിൽ മാത്രമല്ല, ഇപ്പോൾ അടുത്ത കാലത്ത് ഈ ഒരു ഫേസ്ബുക്കിലും മറ്റൊക്കെ ഒന്നൊരു പോസ്റ്റ് കാണുകയുണ്ടായി. ലോകത്തെ ഏറ്റവും കൂടുതൽ ഇസ്ലാം മതം ഉള്ളത് അത് അമേരിക്ക, അതുപോലെ തന്നെ ഈ ഇംഗ്ലണ്ട്, അതുപോലെ ഹോങ്കോങ്, ഇങ്ങനത്തെ സ്ഥലത്താണ് ലോകത്തെ ഏറ്റവും അധികം ഇസ്ലാം ഉള്ളത്. ഇസ്ലാം ഏറ്റവും കുറവുള്ളത് സൗദി അറേബ്യ, അതുപോലെ അറബ് രാജ്യങ്ങളിലാണ് എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അതുകൊണ്ട് അത് ഒരു പ്രത്യേകമായ രീതിയിൽ അതിനെ ശ്രദ്ധിച്ചുകൊണ്ടാണ്. ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിൽ വിശ്വാസ കാര്യങ്ങളും ഏകദൈവ ആരാധനയും അതുപോലെ തന്നെ ആരാധനാ കർമ്മങ്ങളും അള്ളാഹുവെ പറ്റിയുള്ള ബോധവും ചിന്തയും അതിലധിഷ്ഠിതമാണ് അടിസ്ഥാനപരമായ ഇസ്ലാം മതം. അത് ഏറ്റവും കൂടുതൽ അമേരിക്കയിലോ അതല്ലെങ്കിൽ ഹോങ്കോങ്ങിലോ അതല്ലെങ്കിൽ സിംഗപ്പൂരിലോ അവിടെയൊന്നും അല്ല ഉള്ളത്. അതുള്ളത് മുസ്ലിം രാഷ്ട്രങ്ങളിലും അതുപോലെ മുസ്ലിങ്ങളായി ഇന്ന് ജീവിക്കുന്ന ആളുകളുടെ ഇടയിലൊക്കെ തന്നെയാണ് ആ കാര്യങ്ങളിലുള്ളത്. പക്ഷേ മുസ്ലിങ്ങളായ ആളുകളിൽ ഇല്ലാതെ പോയ ഒരു വശം, അതിനെ കൂടുതൽ പൊലിപ്പിച്ച് കാണുകയും അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടും നൽകുന്ന ഒരു ജഡ്ജ്മെന്റാണ്, ഒരു തീരുമാനമാണ് യഥാർത്ഥത്തിൽ അത്. അതുകൊണ്ട് പല ആളുകളും പറയും മുസ്ലിങ്ങളൊക്കെ, എല്ലാ മുസ്ലിങ്ങളും ഞങ്ങൾ മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞെങ്കിലേ ഇസ്ലാം മതം ഇവിടെ പ്രചരിക്കുള്ളൂ, കാരണം എല്ലാ മുസ്ലിങ്ങളും മോശമാണ് എന്നൊക്കെ ആളുകൾ ആ രീതി വിലയിരുത്തും. അങ്ങനെയൊന്നുമില്ല. ഇസ്ലാം മതത്തിന്റെ ബേസിക് അടിസ്ഥാനപരമായ കാര്യങ്ങൾ അത് വിശ്വാസ കാര്യങ്ങൾ തന്നെയാണ്. ഏകദൈവ ആരാധനയും അതുപോലെ തന്നെ അള്ളാഹുവെ പറ്റിയുള്ള ബോധവും അത്തരം കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അങ്ങനെ ആ ബോധമുള്ള ആളുകളാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ആളുകളും പള്ളികളിൽ ഒരുമിച്ച് കൂടുന്നവരുമായ ആളുകൾ. അവർ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ പൊതുപ്രവർത്തനങ്ങളുടെ മേഖല. ഇസ്ലാം അതിനെങ്ങനെ കാണുന്നു എന്നുള്ളത്, പൊതുപ്രവർത്തനങ്ങളെപ്പറ്റി ഇസ്ലാം കാണുന്ന രീതി നമ്മൾ മനസ്സിലാക്കണം. അത് വളരെ വിശാലമായി ഇസ്ലാം കാണുന്ന ഒരു കാര്യമാണ്. അത് മതത്തിന്റെ ഒരു ഭാഗമായി നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ആ കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ഖുർആൻ പ്രയോഗിച്ച പദം അൽ ഇഹ്സാൻ എന്നതാണ്. ഇഹ്സാൻ, നന്മ ചെയ്യുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാം കാര്യവും ഈമാൻ കാര്യവും പഠിപ്പിച്ച അതേ രീതിയിൽ തന്നെ പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് എന്താണ് നന്മ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. അങ്ങനെ ഈമാൻ കാര്യം പഠിപ്പിച്ചു, പിന്നെ ഇസ്ലാം കാര്യം പഠിപ്പിച്ചു, മൂന്നാമത് പഠിപ്പിച്ചത് അൽ ഇഹ്സാനാണ്. ഇഹ്സാൻ എന്താണ് നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ച് ആ ഇഹ്സാനിനെ പറ്റി, നന്മയെ പറ്റി പറയുകയുണ്ടായി. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നക യറാക്. ഇതാണ് നന്മ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ബോധത്തോടു കൂടി ചെയ്യുന്ന നന്മ, അതാണ് ഇസ്ലാമിന്റെ അടിത്തറയായി നിൽക്കുന്ന നന്മ. വെറും കേവലം സൽപ്രവർത്തനങ്ങളല്ല, ആ സൽപ്രവർത്തനങ്ങളുടെ അടിവേരായി നിലനിൽക്കേണ്ടത് അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, അള്ളാഹുവിനെ താൻ കാണുന്നില്ലെങ്കിലും അവൻ എന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി ആളുകൾക്ക് നന്മകൾ ചെയ്യുക. ഈ സദുദ്ദേശത്തോടു കൂടി നന്മകൾ ചെയ്യുക. അതാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിൽ പറഞ്ഞ കാര്യം. അതാണ് ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും. അവരിങ്ങനെ കുറേ സ്വകാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നതിലൊന്നും, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വകാര്യങ്ങൾ പറഞ്ഞു നടക്കുക, അതിലൊന്നും വലിയ നന്മയൊന്നുമില്ല, അതിൽ വലിയ ഖൈറൊന്നുമില്ല. എന്തില്ലെങ്കിൽ ഇല്ലാ മൻ അമറ ബി സദഖത്തിൻ, സദഖക്ക് പ്രേരിപ്പിക്കുക, ധർമ്മം കൊടുക്കാൻ പ്രേരിപ്പിക്കുക. ഔ മഅറൂഫിൻ, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ പറയാൻ വേണ്ടിയാണ്, നല്ലത് സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് സ്വകാര്യ സംഭാഷണങ്ങളും മീറ്റിങ്ങുകളൊക്കെ ഉണ്ടെങ്കിലോ അത് വലിയ ഉത്കൃഷ്ടമായൊരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റ് നമ്മളെ കൂട്ടത്തിലെ കഷ്ടപ്പെടുന്ന ആളുകളെ, ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കേണ്ടതുണ്ട്. അതിന് ധർമ്മം കൊടുക്കുന്നതിനെ പറ്റി ആളുകളെ ബോധവൽക്കരിക്കേണ്ടത്, അതിന് പിരിവ് നടത്തേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളെ പറ്റി ആലോചിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഇങ്ങനെ സ്വകാര്യമായി കൂടിയാലോചനകൾ നടത്തുന്നത്? എങ്കിൽ അത് വലിയ ഖൈറാണ്. ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, അല്ലെങ്കിൽ ആളുകൾക്കിടയിലുള്ള തെറ്റുകൾ നന്നാക്കാൻ വേണ്ടി, ആളുകളുടെ ബന്ധം നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനാണോ നിങ്ങൾ സ്വകാര്യമായി ഇരുന്നു കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അടക്കം പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത്? എങ്കിൽ അതിൽ ഖൈറാണ്. വമൻ യഫ്അൽ ദാലിക, ഇത്തരം കാര്യങ്ങൾ, ആളുകളെ ബന്ധം നന്നാക്കാൻ ശ്രമിക്കുക, അതുപോലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടുക, സദഖ വർദ്ധിപ്പിക്കുക, ഇത്തരം കാര്യങ്ങൾ വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ മർളാത്തില്ല, ഇത് അള്ളാഹുവിന്റെ മർളാത്ത്, അള്ളാഹിന്റെ പ്രീതി ഉദ്ദേശിച്ച് ഒരാൾ ചെയ്യുകയാണെങ്കിൽ ഫസൗഫ നുഅ്തീഹി അജ്റൻ അദീമ, അതിന് വമ്പിച്ച പ്രതിഫലം നാം നൽകുന്നതാണ്. അപ്പൊ അടിസ്ഥാനപരമായി പടച്ചോന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഇത്തരം സൽ പ്രവർത്തനങ്ങളുടെ മേഖല വിശാലമായി ചെയ്യാൻ സാധിക്കുക എന്നതാണ് ഒരു മുസ്ലിമിന്റെ നന്മ, അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗം. അതാണ് അത് ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. ഒരു നന്മ ചെയ്യുന്ന ഒരാൾക്ക്, ഈ രീതി നന്മ ചെയ്യുന്ന ആളുകൾക്ക് നന്മയല്ലാതെ മറ്റെന്തെങ്കിലും പ്രതിഫലം കിട്ടുമോ? അവർക്ക് വേറെന്തെങ്കിലും ഒന്നും പ്രതിഫലമില്ലല്ലോ, നന്മ തന്നെയാണ് പ്രതിഫലം ഉണ്ടാകുക. അതുപോലെ വിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി, ഇത്തരം ആളുകൾക്ക് അവർക്കുള്ള പ്രവർത്തനത്തിന്റെ പ്രതിഫലത്തിന് പുറമെ അള്ളാഹുവിനെ നേരിട്ട് കാണാനുള്ള അവസരങ്ങൾ അവർക്ക് സ്വർഗത്തിൽ വെച്ച് ലഭിക്കും. ലില്ലദീന അഹ്സനുൽ ഹുസ്ന. ഈ രീതിയിൽ നന്മ പ്രവർത്തിച്ച ആളുകൾക്ക് അള്ളാഹു അതിന് പ്രതിഫലമായി വലിയ നന്മകൾ നൽകും. വസിയാദ, അതിന് പുറമെയും നൽകും. ആ പുറമെ നൽകുക എന്നുള്ളത് വിശദീകരിക്കപ്പെട്ടത് റുഅ്യത്തുള്ള, അള്ളാഹുവിനെ കണ്ടുമുട്ടാനും നേരിട്ട് കാണാനുള്ള മഹാഭാഗ്യവും ലഭിക്കുന്നതാണ്. അതുപോലെ ഇന്നല്ലാഹ മഅല്ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ, നന്മ ചെയ്യുന്ന ആളുകൾ, ആളുകൾക്ക് നന്മ ചെയ്യുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അള്ളാഹു അവരുടെ കൂടെയാണുള്ളത് എന്നൊക്കെ പറഞ്ഞു. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബു മിനൽ മുഹ്സിനീൻ. ആ രീതിയിൽ നന്മ ചെയ്യുന്ന ആളുകളുടെ അടുത്ത അള്ളാഹു ഉണ്ട്. അള്ളാഹിന്റെ റഹ്മത്ത് എപ്പോഴും അവരുടെ സമീപത്തുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ബോധമാണ് നമ്മൾ ആളുകൾക്ക് എന്ത് ചെയ്തു കൊടുത്താലും അതിന് അള്ളാഹിന്റെ ഒരു റഹ്മത്ത് തന്റെ കൂടെ ഉണ്ട് എന്നൊരു ബോധം. അതാണ് ഇന്ന റഹ്മത്തുല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. ഇത്തരം നന്മ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകുമെന്നുള്ളതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മയുടെ, ഈ ചെയ്യുന്ന നന്മ അതിന്റെ വിശാലത എത്രയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച കുറച്ച് ഹദീസുകൾ, അതിന്റെ അർത്ഥം മാത്രം പറയാനേ സമയമുള്ളൂ, ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഒന്ന്, അഹബ്ബുൻ നാസി ഇലല്ലാഹി അൻഫഅഹും. റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞത് അൻഫഅഹും, ജനങ്ങൾക്ക് ഉപകാരമുള്ള ആളുകളാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട പ്രശ്നം, ഇന്നെക്കൊണ്ട് ആളുകൾക്ക് എന്തൊക്കെ ഉപകാരമുണ്ട്, ഇന്നൊക്കെ ആളുകൾക്ക് ഇന്ന ഉപകാരങ്ങളൊക്കെ ഉണ്ട് എന്നൊരാൾക്ക് ഇങ്ങനെ മനസ്സിന് സമാധാനം ഉണ്ടാകുകയാണെങ്കിൽ അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരാളാണ്, അള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. വഹബ്ബുൽ അഅമാലി ഇലല്ലാഹി സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം. ഒരാളുടെ മനസ്സിൽ, പ്രത്യേകിച്ച് ഒരു മുസ്ലിമിന്റെ മനസ്സിൽ
സന്തോഷം നൽകാൻ ഒരാൾക്ക് സാധിച്ചാൽ, ഒരു മനുഷ്യന്റെ മനസ്സിൽ സന്തോഷം ഇട്ടുകൊടുക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അത് അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട പ്രവർത്തനമാണ്. ഔ തക്ഷിഫ് അൻഹു കർബത്തൻ, അവന്റെ എന്തെങ്കിലും വിപത്ത്, ഒരാൾക്കുള്ള ദോഷം അത് നീക്കിക്കളയാൻ ശ്രമിച്ചാൽ, ഔ തഖ്ലി അൻഹു ദൈനൻ, അല്ലെങ്കിൽ അവന്റെ കടബാധ്യതകൾ നീക്കിയാൽ, ഔ തത്റുദ അൻഹു ജൂഅൻ, അല്ലെങ്കിൽ അവന്റെ വിശപ്പിനൊരു പരിഹാരം കണ്ടാൽ, എന്നൊക്കെ ചെയ്താൽ അത് അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. വലൻ അംശി അഖിൽ മുസ്ലിം ഫി ഹാജത്തിൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഅ്തഖിഫ ഫിൽ മസ്ജിദ്, പള്ളിയിൽ ഇത്തികാഫിരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ ഒരു പ്രശ്നത്തിന് വേണ്ടി ഓടി നടക്കുക എന്നതാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ പള്ളിയിൽ ഇത്തികാഫിരിക്കുന്നതിനേക്കാൾ, എല്ലാ സമയത്തും അങ്ങനെയെന്നുള്ള അർത്ഥമല്ല, ചില സന്ദർഭങ്ങളിൽ പള്ളിയിൽ ഇത്തികാഫിരിക്കുന്ന ഒരാൾ അത് മാറ്റിവെച്ച് നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ ഒരു അടിയന്തര പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തിന് വേണ്ടി ഓടി നടക്കുന്നതായിരിക്കും അതിൽ കൂടുതൽ പുണ്യകരമായി ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. വമൻ കഫ ഖലബഹു സതറല്ലാഹു ഔറതഹു, ഒരു മനുഷ്യൻ തന്റെ ദേഷ്യത്തെ, ഒരാൾക്ക് ദേഷ്യം അടക്കി നിർത്താൻ സാധിച്ചാൽ, അങ്ങനെ പല പ്രകൃതി ഉണ്ടാവില്ല ആളുകൾ, ദേഷ്യം പിടിക്കാതിരിക്കാൻ സാധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സതറല്ലാഹു ഔറത്തഹു, അവന്റെ ഔറത്തുകൾ, അവന്റെ മറ്റുള്ളവർ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അവന്റെ ഔറത്തുകൾ, മറ്റുള്ളവർ കാണാനും അറിയാനും പാടില്ലാത്ത അവന്റെ ദൗർബല്യങ്ങൾ, പോരായ്മകൾ, അത് അള്ളാഹു അവന് മറച്ചു കൊടുക്കും. ദേഷ്യം പിടിക്കുന്ന സ്വഭാവക്കാരതാണെങ്കിൽ ആ മറ പലപ്പോഴും ഇല്ലാതെയാകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുപോലെ വലൗ ഷാഅൻ യംലി അല്ലാഹു മല അല്ലാഹു ഖൽബഹു ലിലൻ യൗമൽ ഖിയാമ, ദേഷ്യം പിടിച്ചു വെക്കുന്ന ആളുകൾക്ക് ഖിയാമത്ത് നാളിൽ അള്ളാഹു അവന്റെ മനസ്സിൽ സംതൃപ്തി നൽകും. വമൻ മശാ മഅ അഖീഹി ഫി ഹാജതിഹി ഹത്താ യുസ്ബിതഹ ലഹു അസ്ബതല്ലാഹു തആല ഖദമഹു യൗമ തസൂലുൽ അഖദാം, ഒരാളുടെ പ്രശ്നത്തിന് വേണ്ടി ഉറച്ചു നിന്ന് അതിന്റെ കൂടെ നിന്ന ഒരാളുടെ ന്യായമായ ഒരു പ്രശ്നത്തിന് വേണ്ടി കാലിടറാതെ അതിന്റെ കൂടെ നിന്ന ഒരാളാണെങ്കിൽ ഖിയാമത്ത് നാളിൽ അവന്റെ കാലിടറുന്നതിൽ നിന്ന് അള്ളാഹു അവനെ സംരക്ഷിക്കും. ഇതൊക്കെ ആ ബോധത്തോടുകൂടി ചെയ്യുന്ന ആളുകൾക്കുള്ള കാര്യമാണ്. റസൂലുള്ളാഹി മറ്റൊരു ഹദീസിൽ പറഞ്ഞു, കുല്ലു സുലാമാ മിനൻ നാസി അലൈഹി സദഖത്തുൻ, മനുഷ്യ ശരീരത്തിൽ 360 സന്ധികളുണ്ട് എന്നാണ്. അതിൽ ഓരോ സന്ധികളും നിങ്ങൾക്ക് ഒരു കൂലി കിട്ടുന്ന പ്രവർത്തനമാക്കി മാറ്റാൻ പറ്റും. ഓരോ സന്ധികൾ കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനവും നിങ്ങൾക്ക് കൂലി കിട്ടുന്ന ഒരു പ്രവർത്തനമായി മാറ്റാൻ പറ്റും. യാജിലു ബൈന സ്നൈനി സദഖത്തുൻ, രണ്ടാൾ തമ്മിലുള്ള തെറ്റ് നന്നാക്കിയാൽ അതൊരു സദഖയാണ്. അതുപോലെ വയഈനു റജുലു അലാ ദാബത്തി ഫയുഹ്മലു അലൈഹാ ഔ യുർഫഉ അലൈഹാ മതാഉഹു, ഒരാൾക്ക് അയാളുടെ വാഹനത്തിലേക്ക് അയാളുടെ ചരക്ക്, ഒരു ലഗേജ് അങ്ങോട്ട് പൊക്കി വെച്ചു കൊടുത്താൽ അത് അയാൾക്കൊരു കൂലി കിട്ടുന്ന കാര്യമാണ്, സദഖയാണ്. അതുപോലെ തന്നെ അയാളുടെ വാഹനത്തിലൊന്ന് കയറാൻ സഹായിച്ചു കൊടുത്താൽ, ഒരു പ്രായമുള്ള ഒരാളെയാണ് ഒരു കാറിലൊന്ന് കയറാൻ സഹായിച്ചു കൊടുക്കുകയാണെങ്കിൽ അതൊരു കൂലിയുള്ള കാര്യമാണ്, അതവന് സദഖയാണ്. നല്ല വർത്തമാനം പറയുന്നത് കലിമത്തു ത്വയ്യിബത്തു സദഖത്തുൻ, എങ്ങനെ വകുല്ലു ഖത്വത്തിൻ യഖ്തുഹാ ഇല സ്വലാത്തി സദഖത്തുൻ, നമസ്കാരത്തിന് വേണ്ടി നടന്നു പോകുന്ന അതും സദഖയാണ്. അതുപോലെ സദഖയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, പുണ്യമുള്ള പ്രവർത്തനം തന്നെയാണ് ആളുകളെ സഹായിക്കുക എന്ന് പറഞ്ഞ കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ പറഞ്ഞു, റസൂലുള്ളാഹി മിനൈന തസദ്ദഖു ലൈസ ലനാ മാൽ, എവിടുന്നാണ് റസൂലെ, എനിക്ക് ധർമ്മം ചെയ്യാനൊന്നും കഴിയില്ലല്ലോ, കയ്യിൽ പണമൊന്നുമില്ലല്ലോ, പിന്നെ ഞാൻ എവിടുന്ന് ധർമ്മം ചെയ്യും? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ലിഅന്ന മിൻ അബ്വാബി സദഖത്തി, എന്റെ അയാളെ ഓർമ്മിച്ചു, സദഖ എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന്റെ വാതിലുകൾ വളരെ വിശാലമാണ്. എന്നിട്ട് അത് റസൂലുള്ളാഹി പറഞ്ഞു, തക്ബീർ, അല്ലാഹു അക്ബർ പറയാ, സുബ്ഹാനല്ലാഹ് പറയാ, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, ഇതൊക്കെ നന്മയുള്ള സംഗതിയാണ്. അവിടെ നിർത്തില്ല, അത് മാത്രമല്ല നന്മല്ലത്. പിന്നെ റസൂലുള്ളാഹി പിന്നെയും പറയുകയുണ്ടായി, വതഅ്മുറു ബിൽ മഅറൂഫ് വതൻഹാ അനിൽ മുൻകർ, നല്ലത് ഉപദേശിക്കുക, ചീത്ത തടയുക, അതും നന്മ സദഖയുള്ള കാര്യമാണ്, പുണ്യമുള്ള സംഗതിയാണ്. വതഅ്സിലു ശൗഖത അൻ ത്വരീഖിൻ നാസി വൽ അലമ വൽ ഹജറ, ആളുകളുടെ വഴിയിൽ നിന്ന് മുള്ളു നീക്കുക, അല്ലെങ്കിൽ അവിടെ കല്ല് മാറ്റിയിടുക, അതല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കുപ്പിച്ചില്ല് പോലത്തെ അല്ലെങ്കിൽ മറ്റ് എല്ലുകളോ മറ്റോ ഉണ്ടെങ്കിൽ അത് മാറ്റി നിൽക്കുക. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അന്ധനായൊരു മനുഷ്യൻ അയാൾക്ക് വഴി നടത്താൻ സഹായിച്ചു കൊടുക്കുക.
ചെവിട് കേൾക്കാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയാത്ത ഒരാൾക്ക്, അയാൾക്കത് കേൾക്കാനും മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. പല രീതിയിലാകാം. താളം കാട്ടിക്കൊടുത്ത് വഴി പറഞ്ഞു കൊടുക്കുന്നതാകാം, അതല്ലെങ്കിൽ അയാൾക്കുള്ള ഒരു ഹിയറിംഗ് എയ്ഡ് വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ ചെവിട് കേൾക്കാനുള്ള ഒരു സാധുവായ ഒരു മനുഷ്യനാണ്, ചെവിട് കേൾക്കൂല, പക്ഷേ എന്തെങ്കിലും അതിനുള്ളൊരു ഉപകരണം കിട്ടിയാൽ അയാൾക്ക് ചെവിട് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കൊടുക്കുന്നത് അതും നിങ്ങൾക്ക് പുണ്യകരമായ കാര്യമാണ്, കൂലിയിട്ടുന്ന കാര്യമാണ്. ഹാജത്തിൻ, ഒരാൾ വഴി അറിയാത്ത ഒരാൾ വന്നാൽ അയാൾ ആ വഴി, ഇന്ന വഴി ഇതാ ഇതിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞ് ശരിയായ വഴി കാണിച്ചു കൊടുക്കുക. സഹായം ചോദിച്ച് കരയുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ സഹായം ചോദിച്ച് കരയുന്ന ആളുകളുടെ കൂടെ മടക്കി കുത്തിക്കൊണ്ട് നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുക. റസൂലുള്ളാഹി പറഞ്ഞ പദം എങ്ങനെയാണ്? ബിശിദ്ദത്തി സാക്കൈക്, നീ ശരിക്ക് ഉറച്ചു നിൽക്കുക. സഹായം ചോദിച്ച് കരയുന്ന ആളുകൾ, എത്ര ദുർബലരായ മനുഷ്യന്മാര് നമ്മുടെ സഹായം ചോദിച്ച് നമ്മുടെ ചുറ്റുമുണ്ട്. അവരുടെ കൂടെ നിങ്ങൾ അതിനു വേണ്ടി മെനക്കെട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. ദുർബലന്റെ കൂടെ നിന്റെ കൈ കരുത്തുകൊണ്ട് നീ നിൽക്കുക. അപ്പൊ ദുർബലനായ ഒരാളെ എല്ലാവരും കൂടി മർദ്ദിക്കുന്നത് കണ്ടാൽ അവിടെ കാണാത്ത രൂപത്തിൽ അങ്ങോട്ട് പോവല്ലേ ചെയ്യുക ലൈഫായ മനുഷ്യന്മാര്. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം റോട്ടിൽ വീണ് കിടന്ന ഒരാള് രക്തം വാർന്നൊഴുകി പോകുന്നത് കണ്ടാൽ കാണാത്ത പോലെ അത് മൊബൈലിൽ പകർത്തിക്കൊണ്ട് പോകുകയല്ല വേണ്ടത്. നിന്റെ കൈക്കരുത്ത് അവിടെ കാണണം, നിന്റെ ആരോഗ്യം അവിടെ കാണണം. ചിലപ്പോൾ അയാളെ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അയാളെ മറ്റൊരാൾ ഉപദ്രവിക്കുകയാണെങ്കിൽ അയാളെ അതിൽ നിന്ന് മറ്റുള്ളവരെ തടയേണ്ടി വരും. ആ രീതിയിൽ നീ അതിനെ സംബന്ധിച്ച് ചെയ്യണം. ഇതൊക്കെ നിനക്ക് വേണ്ടി നീ ചെയ്യുന്ന സദഖയുടെ ഭാഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഇതൊക്കെ റസൂലുള്ളാഹി പറഞ്ഞ കാര്യമാണ്. മാത്രമല്ല റസൂലുള്ളാഹി പറഞ്ഞു, വലക ഫീ ജിമാഇക സൗജതിക അജ്റുൻ, നിന്റെ ഇണയുമായി നീ ശാരീരിക ബന്ധം പുലർത്തുന്നത് പോലും നിനക്ക് പുണ്യകരമായൊരു കാര്യമാണ്. സഹാബാക്കൾ ചോദിച്ചു, അതെങ്ങനെയാണ് നബിയെ പുണ്യകരമാകുന്നത്? അവനവന്റെ വികാരം പൂർത്തീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ലേ, അതും പുണ്യമാകുമയോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിവരിച്ചു കൊടുത്തു അവർക്ക് അതും പുണ്യമാകുന്ന വഴികൾ. അത് പുണ്യം തന്നെയാണ്, അത് തന്റെ ബാധ്യതയാണെന്ന് വിചാരിക്കേണ്ടി വരും. പല ആളുകളും അതെന്റെ ബാധ്യതയാണെന്ന് ബോധമില്ലാത്ത ആളുകളുണ്ട്. അതെന്റെ ബാധ്യത എന്ന് വിചാരിച്ചുകൊണ്ട് അത് ചെയ്യുന്ന ആ രീതിയിലേക്ക് നീങ്ങുന്ന ആളുകൾ, അതൊക്കെ പുണ്യകരമായ ഒരു കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഒരു തുഈന സാനിഅൻ ഔ തസ്നാൻ ലി അഖ്റക്, ഒരു തൊഴിൽ ചെയ്യുന്ന ആളെ ആ തൊഴിലിലൊന്ന് സഹായിച്ചു കൊടുക്കുക. അതൊരു പുണ്യകരമായ റസൂലുള്ള പറഞ്ഞാണ്. അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ റസൂലുള്ള എണ്ണിയ കൂട്ടത്തിലാണ് തൊഴിൽ ചെയ്യുന്ന ആള് ചെയ്യാൻ എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ അതിലൊന്ന് സഹായിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ തസ്നാലി അഖ്റക്, ശരിക്ക് ഒരു ബോധമില്ലാത്ത ഒരാളാണ്, അയാൾ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്, അയാൾക്ക് അതൊന്ന് ഉണ്ടാക്കി കൊടുക്കുക. ആ രീതിയിൽ അങ്ങനെ അയാളെ സഹായിക്കുക. അതല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ആളുകൾക്ക് ഉപദ്രവം ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞത് തന്നെ ഒരു സദഖയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയുണ്ടായി, കുല്ല യൗമിൻ സദഖത്തുൻ കുല്ല കലിമത്തിൻ ത്വയ്യിബത്തിൻ സദഖത്തുൻ വഅഉലു റജുലി അഖാഹു സദഖത്തുൻ വശുർബത്തു മിനൽ മാഇ തുസ്ഖിഹാ സദഖത്തുൻ, ഒരാൾക്ക് ഒരു ലേശം വെള്ളം കൊടുത്താൽ അത് സദഖയാണ്, വെള്ളം കൊടുക്കുന്ന സദഖയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അഉലുക്കൽ ലഈഫ് ബിഫളി ഖൂതിക സദഖത്തുൻ, അവനവൻ ഭക്ഷിച്ചതിന്റെ ബാക്കിയുണ്ടല്ലോ, അവനവന് തിന്നതിന് ബാക്കി നിൽക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, അത് ആവശ്യമുള്ള ഒരാൾക്ക് കൊടുത്താൽ അതും സദഖ തന്നെയാണ്. അവനുക ബിഫളി ഖൂതിക സദഖത്തുൻ വ ബയാനുക മിനൽ അഗ്തമി സദഖത്തുൻ, ഒരു കാര്യം ഒന്നും അറിയാത്ത ഒരാൾക്ക് ഒരു സംഗതി ഇങ്ങനെ വിവരിച്ചു കൊടുക്കുക, അതങ്ങനെയാണ് കേട്ടോ, അതിങ്ങനെയാണ് കേട്ടോ, നീ അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ അതും സദഖയാണ്. ഇങ്ങനെ സദഖയുടെ വാതിലുകൾ എത്ര വിശാലമായിക്കൊണ്ടാണ് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെയൊക്കെ സദഖ എന്ന് പറഞ്ഞാൽ മതത്തിൽ പുണ്യം കിട്ടുന്ന, കൂലി കിട്ടുന്ന, മരിച്ചു എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ കൂലി കിട്ടുന്ന പ്രവർത്തനങ്ങളുടെ ഈ വലിയ ശൃംഖലയാണ് യഥാർത്ഥത്തിൽ ഇവിടെ എണ്ണിയിട്ടുള്ളത്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത്ര വരെ എണ്ണുകയുണ്ടായി, ഇന്നക ലൻ തുൻഫിക നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹല്ലാഹി ഇല്ലാ അജ്ർത അലൈഹാ ഹത്ത ലുഖ്മത തർഫഉഹാ ഇലാ ഫീ ഉംറതിക, തന്റെ ഭാര്യയുടെ വായിലിട്ട് കൊടുക്കുന്ന
ഭക്ഷണത്തിന്റെ ഉരുളക്കുണ്ടല്ലോ അതിനുപോലും നിനക്ക് സദക്കയാണ്. സ്വന്തം മക്കളെ പോറ്റാൻ വേണ്ടി അധ്വാനിച്ച് അത് നീ നല്ല ഹലാലായ രീതിയിൽ അധ്വാനിച്ചുണ്ടാക്കി അതുകൊണ്ട് മക്കളെ പോറ്റാൻ അല്ലെങ്കിൽ കുടുംബം പോറ്റാൻ ഉള്ള പ്രവർത്തനങ്ങൾ പോലും നിങ്ങൾക്ക് പരലോകത്ത് കൂലി കിട്ടും. എന്താണ് അതിന് വേണ്ടത്? അതിന് വേണ്ടത് ആ ഒരു ബോധം, ഇത് അള്ളാന്റെ അടുക്കൽ കൂലി കിട്ടുന്ന ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് എനിക്ക് പ്രതിഫലം വേണം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. എന്തൊക്കെയാണോ മനുഷ്യൻ താൻ ആഗ്രഹിക്കുക എന്നുള്ളത് മാത്രമല്ല, മനസ്സിൽ ഉദ്ദേശത്തോടു കൂടി ചെയ്യണം. ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ധാരാളം ആളുകൾ, നിരീശ്വരവാദികളായ ആളുകൾ, അതുപോലെ തന്നെ നാളെ പരലോകത്തെ പറ്റി ബോധമില്ലാത്ത, പരലോകത്തെ പറ്റി ചിന്തിക്കാത്ത ആളുകൾ ഈ പ്രവർത്തനങ്ങൾ ധാരാളം ചെയ്യുന്ന ആളുകളുണ്ട്. അവർ ചെയ്യുന്ന പ്രവർത്തനവും നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതെന്താണ് വ്യത്യാസം? നമ്മുടെ പ്രവർത്തനങ്ങൾ അതൊരു ഡെപ്പോസിറ്റാണ്. അത് നാളെ നമുക്ക് തന്നെ അതിന്റെ പ്രതിഫലം തിരിച്ചു കിട്ടും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൗതിക ജീവിതത്തിൽ ഒരു ആനന്ദമാണ്, അതല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിൽ അവരെപ്പറ്റി മറ്റുള്ള ആളുകൾ നല്ലത് പറയും എന്ന സന്തോഷമാണ്. അത് കേൾക്കാനും ആഗ്രഹിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് അയാൾ മറ്റുള്ളവരെ സഹായിക്കുന്നത്, എന്തിനാണ് അയാൾ കഷ്ടപ്പെട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ ത്യജിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചു നോക്കിയാൽ, ബുദ്ധിയുള്ളവർ ആലോചിച്ചു നോക്കുകയാണെങ്കിൽ അതിലൊന്നൊരു അർത്ഥമല്ല എന്നാണ് മനസ്സിലാകുക. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നത് വരെ മാത്രമേ അയാൾക്ക് പ്രതീക്ഷകളുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒന്നുമില്ല. അപ്പൊ മരിക്കുന്നവരെ താൻ എന്തിനും മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കണം? എന്താ അതുകൊണ്ടൊരു ഗുണം? ആളുകൾ തന്റെ മരണശേഷം തന്നെ പുകഴ്ത്തി പറഞ്ഞെന്ന് വന്നേക്കാം, അല്ലെങ്കിൽ തന്നെ പറ്റി രക്തസാക്ഷി എന്ന് പറഞ്ഞേക്കാം, തന്റെ മണ്ഡപങ്ങൾ ഉണ്ടാക്കിയേക്കാം, അനുസ്മരണ യോഗങ്ങൾ നടത്തിയേക്കാം, അങ്ങനെ പലതും ആളുകൾ നടത്തിയേക്കാം. അതുകൊണ്ടൊക്കെ അയാൾക്ക് എന്ത് ഗുണം കിട്ടാനുള്ളത്? അയാൾക്കെന്ത് ഗുണം കിട്ടാണ്ട് മരിച്ചുപോയ പല ആളുകളുടെയും അനുസ്മരണങ്ങളും അവർക്ക് വേണ്ടി ഒരുപാട് 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 കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അവർക്കിടെ ശ്മശാനങ്ങളിൽ പുഷ്പാർച്ചന നടത്താറുണ്ട്, അതുപോലെ പലതും ചെയ്യാറുണ്ട്. അതൊക്കെ നമ്മൾക്ക് അതിലൊരു ആവേശം കിട്ടും എന്നതിൽ കവിഞ്ഞ് ഈ മരിച്ചുപോയ മനുഷ്യനതുകൊണ്ട് എന്ത് ഗുണം കിട്ടും? മരിച്ചുപോയ മനുഷ്യന് ഗുണം കിട്ടുന്ന പരിപാടിയാണ് ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഈ പൊതുപ്രവർത്തനത്തിന്റെ, അതുപോലെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ, മറ്റുള്ളവരുടെ വേദനയിൽ പങ്കാളിയാകുന്ന പ്രവർത്തനത്തിന്റെ വിശാലമായ മേഖലയിലേക്ക് നമസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും മതകർമ്മങ്ങളിൽ താല്പര്യപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന നമ്മളൊക്കെ ആ മാർഗം ഓരോന്നും നമ്മൾ പരമാവധി അതിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യണം. ഈ സംഗതികളെല്ലാം എല്ലാവർക്കും എപ്പോഴും ചെയ്യാൻ കഴിയുന്നല്ല, പക്ഷെ പലതും പലപ്പോഴും പലർക്കും ചെയ്യാൻ സാധിക്കും. ആ കാര്യങ്ങളൊക്കെ അവരത് ചെയ്യാൻ സാധിക്കണം. ഇപ്പോ പാലിയേറ്റീവ് കെയർ ദിനത്തിന്റെ ഒരു സന്ദർഭമാണിത്. പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞത് എത്ര വലിയൊരു സാമൂഹ്യ പ്രവർത്തനമാണ്, വളരെ വലിയൊരു സാമൂഹ്യ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ അത്. കാരണം അത് പ്രധാനമായി രോഗികളായി വീട്ടിൽ കിടക്കുന്ന ആളുകളെ അവരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് അവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അവരുടെ മുറിവുകൾ ഉണക്കാൻ വേണ്ടിയും മുറിവുകൾ ശരിയായ രീതിയിൽ അത് കെട്ടിക്കൊടുത്ത് വൃത്തിയാക്കി, അതൊക്കെ വലിയൊരു സാമൂഹ്യ പ്രവർത്തനമാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഒരു ചീഞ്ഞു നാറുന്ന മുറിവ് അത് ഒരു അറപ്പും വെറുപ്പില്ലാത്ത രീതിയിൽ കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള പുഴുക്കളൊക്കെ എടുത്തു മാറ്റി ആ ദുർഗന്ധം സഹിച്ചുകൊണ്ട് അത് ചെയ്യാനുള്ള മനസ്ഥിതി എന്ന് പറഞ്ഞാൽ അത് ചെറിയ മനസ്ഥിതിയൊന്നുമല്ല, അതൊരു വലിയ മനസ്ഥിതിയാണ്. വലിയ മനസ്സിന്റെ ഉടമകളാണത്. ആ മനസ്ഥിതിയോടൊപ്പം ഈ പരലോകത്ത് പടച്ചോന്റെ അടുക്കൽ കൂലി കിട്ടുന്നുള്ളതും ഇത് നാളെ പടച്ചോന്റെ അടുക്കൽ എനിക്ക് വലിയൊരു മുതൽക്കൂട്ടായി മാറും എന്നുള്ളൊരു ബോധവും അതോടൊപ്പം തന്റെ നിർബന്ധ കർമ്മങ്ങളിൽ വീഴ്ച വരുത്താതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അതൊരു വലിയ നേട്ടമായി മാറും. അത്തരം പ്രവർത്തനങ്ങൾ വലിയൊരു നിധിയായിക്കൊണ്ട് അവർക്ക് പരലോകത്ത് തിരിച്ചു കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉണർത്തിയതുപോലെ ഈ പണം വായ്പ നൽകിയിട്ടും മറ്റൊക്കെ ആളുകളെ സഹായിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ആളുകൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിന്റെ മേഖല വളരെ വിശാലമായി നമ്മുടെ മുമ്പിലുണ്ട്. അത് ചെയ്യുന്ന ആളുകൾ അതങ്ങനെ ചെയ്യട്ടെ എന്നതല്ല, മതബോധമുള്ള പടച്ചോനെ പേടിയുള്ള ആളുകൾ അതിലേക്ക് കടന്നു വന്ന് അതിന് വിശാലമായ രീതിയിൽ അത് ഉൾക്കൊള്ളണം. എങ്കിൽ അത് ഏതർത്ഥത്തിലും സമൂഹത്തിന് ഉപകാരപ്പെടും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ചെറുപ്പക്കാരുടെ മതത്തോടുള്ള താല്പര്യവും മതബോധവും അത് ആപേക്ഷികമായി
കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. കാരണം ഒരു പടച്ചോനെ പറ്റിയൊക്കെയുള്ള ഒരു ചിന്തയും കാര്യമൊക്കെ ഉണ്ട്. പക്ഷെ ആഴത്തിൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ആ രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രവണത പൊതുവിൽ കുറഞ്ഞു പോവാണ്. മനുഷ്യ പ്രത്യേകിച്ചും ഈ മൊബൈൽ ഫോണും മറ്റുമൊക്കെ നമ്മളുടെ സമയം വളരെ വലിയൊരു സമയം കവർന്നെടുക്കുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ചെറുപ്പക്കാരായ ആളുകൾ, പ്രത്യേകിച്ചും കുട്ടികൾ, അവരുടെ സമയം ബഹുഭൂരിപക്ഷ സമയവും ഈ മൊബൈൽ ഫോൺ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയും കളിച്ചുകൊണ്ടും അല്ലെങ്കിൽ അതിലുള്ള ഇത് ചാറ്റിങ്ങും ആ രീതിയിൽ സമയം മുഴുവൻ കൊല്ലുന്ന ഒരു പ്രവണത നമ്മൾ ധാരാളം കാണുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റിയും അത്തരം കാര്യങ്ങളെ പറ്റി, അതുപോലെ നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യബോധം, ഇത്തരം സംഗതികളെ പറ്റിയൊക്കെ നമ്മളുടെ ഇളം തലമുറക്ക് തന്നെ ബോധം ഉണ്ടാകണം. ചെറിയ കുട്ടികളായിട്ടുള്ള ആളുകൾക്ക് തന്നെ ബോധം ഉണ്ടാകണം. ആ ബോധം ഉണ്ടാക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് മതസംഘടനകൾ സ്വാഭാവികമായും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആ ഭാഗത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംരംഭമാണ് യഥാർത്ഥത്തിൽ ഈ പ്രോഫ്കോൺ എന്ന് പറയുന്നത്. പ്രോഫ്കോൺ എന്ന് പറയുന്നത് അത് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന കുട്ടികൾ, പ്രത്യേകിച്ചും +2 അതുപോലെ തന്നെ ഡിഗ്രി തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ, അവരാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഭാവിയുടെ വാഗ്ദാനങ്ങൾ ആ പ്രായത്തിൽ പഠിക്കുന്ന ആളുകളാണ്. ആ സന്ദർഭത്തിൽ തന്നെ അതിൻ്റെ ശരിയായ ബോധവും ചിന്തയും അവരുടെ മനസ്സിൽ നട്ടു വളർത്തി കൊണ്ടുവന്നാൽ അവർ എത്ര വലിയ തലങ്ങളിലെത്തിയാലും ആ ബോധവും ചിന്തവും അവരിൽ ഉണ്ടാവും. അപ്പൊ ആ തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഫ്കോൺ ഇവിടെ അടുത്ത് നടക്കാൻ പോവുകയാണ്. ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് പെരിന്തൽമണ്ണ നടക്കുന്നുണ്ട്. നമ്മുടെ പഠിക്കുന്ന ചെറിയ കുട്ടികളെ കഴിയുന്ന ആളുകൾ അതിലേക്ക് ഭാഗവാക്കാക്കിയാൽ തീർച്ചയായും അവർക്കതൊരു വലിയ ഗുണമായിരിക്കും, നേട്ടമായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകമായി സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ ദീൻ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ.